ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കറി വെച്ചാലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അതിനായിട്ട് നമുക്ക് ഉള്ളി, സവാള, കൊച്ചുള്ളി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിലേക്ക് പിന്നെ ഒരു തക്കാളി, 3-4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവയും നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഇത് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ, ഇതിൽ ഇടാനല്ല. ഇതിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കട്ട് ചെയ്ത്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. മാറ്റി വെച്ചേക്കാണ് മുളകും ചെറുതായിട്ടൊന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വരും, അതിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും കൊച്ചുള്ളിയില്ലേ, അത് ഞാൻ കുക്കറിലിട്ട് 2-3 വിസിലൊന്ന് അടിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. എണ്ണയിലിട്ടിട്ട് ഇനി നമുക്ക് തക്കാളി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചേക്കുന്ന ഉള്ളിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ അതിലിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കണം കുറച്ച് നേരം. ചെറിയ തീയിലിട്ട് വേണം കേട്ടോ വയ്ക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിയിൽ പിടിക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഞാൻ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ, അപ്പോൾ അതിനാണ് ചെറിയ തീയിലിട്ടിട്ട് കഴിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് നല്ല ഗ്രേവി ആയിട്ട് വരും. അല്ലെങ്കിൽ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മൂട്ടി പിടിച്ചിട്ട് ചിക്കനും വേവത്തില്ല, ഗ്രേവി ഇറങ്ങത്തില്ല. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം കുറച്ച് നേരം, തീ കുറച്ചിട്ടിട്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് ആരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല. വെറും 10 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പം കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തുടക്കമാണ്, ഇതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വളരെ ഇതായിട്ട് ഇടാറുണ്ട് വീഡിയോസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. ഇതിലേക്ക് ഞാനൊരു കുറച്ച് ക്യാപ്സിക്കം വേണമെന്നില്ല, അത് നിർബന്ധമില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ടെന്ന് മാത്രം. പിന്നെ 2 പച്ചമുളക് ഞാൻ മാറ്റി വെച്ചിരുന്നു, അത് ഈ ലാസ്റ്റ് ഇടുമ്പം അതിൻ്റെ അത് ലാസ്റ്റ് ഇടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് ആ പച്ചമുളകിൻ്റെ. അതിട്ട് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട്, ഇപ്പോൾ കണ്ടില്ലേ നല്ല ഗ്രേവിയൊക്കെ നല്ല കുറുകി ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്രേവി നല്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കി ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ മതി, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നില്ല. ഇതിൽ ലാസ്റ്റ് നമുക്ക് മല്ലിയില, പുതിനയില, കറിവേപ്പില ഇട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.